الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഇന്നിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ മുസ്ലിമാണെന്ന് വാതോരാതെ സംസാരിക്കുകയും മതത്തെ നിഷേധിക്കാൻ കാരണമാകുന്ന പല വിധത്തിലുള്ള പ്രവർത്തന മേഖലകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ അളലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ ഔ കദ്ദബ ബിആയാതി ഇന്നഹു ലാ യുഫ്ലിഹു ദ്വാലിമൂൻ. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയുകയോ ചെയ്തവനേക്കാളും കടുത്ത അക്രമിയായി ആരാണുള്ളത്? അപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, പേരുകൊണ്ട് മുസ്ലിം ആവുകയും കർമ്മം കൊണ്ട് ആ ഇസ്ലാമിനെ നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യം നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്നുണ്ടോ എന്ന് വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിമിന്റെ ആധാറുകൾ, അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലും കർമ്മങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിലും ആ മുസ്ലിമായ മനുഷ്യനെ ഇസ്ലാമിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കുന്നവനെ, നിഷേധിക്കുന്നവനെ, വ്യാജമാക്കുന്നവനെ ആരാണെന്ന് നീ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ അവർ ആരാണെന്ന് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവരുടെ ഒന്നാമത്തെ ഇസ്ലാമിനെ നിഷേധിക്കുന്ന അടയാളത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ഫദാലിക്കല്ലദീ യദുൽ യതീം. അനാഥയെ തള്ളിക്കളയുന്നവനാണ്, അവനെ പരിഗണിക്കാത്തവനാണ് എന്നാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു സ്വഭാവ പ്രവർത്തനം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. എങ്കിൽ ഇസ്ലാം ദീനിനെ നിഷേധിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് മഹാനായ അബ്ദുൽ നാസിർ അസ്സഅദി റഹ്മഹുല്ലാഹ് തന്റെ തഫ്സീറിൽ ഇപ്രകാരം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത്: യദ്ഫഉഹു ബിഉൻഫിൻ വശിദ്ദത്തിൻ വലാ യർഹമുഹു ലിഖസാവതി ഖൽബിഹി വലിഅന്നഹു ലാ യർജു സവാബൻ വലാ യഖാഫു ഇഖാബ. ശിക്ഷകൾ ഭയപ്പെടുകയോ പ്രതിഫലം ആഗ്രഹിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് അനാഥ കുട്ടികളെ തള്ളിക്കളയുന്നവരുടെ ഹൃദയം കാഠിന്യം മൂലം കരുണയില്ലാതെ പരുഷമായും കഠിനമായും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അനാഥകളെ പരിഗണിക്കുക, അനാഥകളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കാഠിന്യം ഇല്ലാതെയാക്കാനുള്ള നന്മയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്: ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അനാഥയെ നീ ഒരിക്കലും അടിച്ചമർത്തരുത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് അഹ്ലുൽ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് അനാഥയോട് നീ മോശമായി പെരുമാറരുത്. വലാ യലിഖ സദറുക അലൈഹി. അവന്റെ കാര്യത്തിൽ നിന്റെ മനസ്സ് കുടുസത പാലിക്കരുത്. അനാഥകളോട് നിന്റെ മനസ്സിൽ നെരുക്കമുണ്ടാകുന്നൊരവസ്ഥയുണ്ടാകരുത്. നീ അവനെ കൈവിട്ട് കളയുകയും ചെയ്യരുത്. മറിച്ച് നീ അവനെ ആദരിക്കുകയും നിന്നിലേക്ക് അവനെ ചേർത്തു നിർത്തുകയും നിന്റെ ജീവിതത്തിൽ സാധ്യമായ എല്ലാവിധ നന്മകളും ആ അനാഥയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അനവഖാഫുൽ യതീം. ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവരും പരിപാലിക്കുന്നവരും സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ജീവിതത്തിനോട് ചേർത്തു നിർത്തുന്നവരുമായ ഏതൊരു മനുഷ്യനുണ്ടോ അവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ ഒരിക്കൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിന്റെ സുദിനത്തിൽ ഈദ്ഗാഹിലേക്ക് പോവുകയാണ്. ആ ഈദ്ഗാഹിലേക്ക് ഇങ്ങനെ പോകുമ്പോ വഴിയിൽ ഒരു ചെറിയൊരു കുട്ടി, വസ്ത്രങ്ങളില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. ആ കുട്ടിയെ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് ചോദിച്ചു: അല്ല മോനെ, ഇന്ന് പെരുന്നാളിന്റെ നല്ല സന്തോഷത്തിന്റെ ദിവസല്ലേ, നീ എന്താ പുത്തനുടുപ്പൊന്നും എടുക്കാത്തത്, ധരിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു. പ്രവാചകനോട് ആ കുട്ടി പറഞ്ഞു: എനിക്കാരുമില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, പുത്തനുടുപ്പുകൾ എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പിഞ്ചു മോന്റെ കൈപിടിച്ച് ഐഷാ ബിബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി. ഐഷ, ഇത് നമ്മുടെ മോന, ഇവനെ കുളിപ്പിക്ക്, ഇവിടെയുള്ള നല്ല ഉടുപ്പുകൾ അവൻ ഉടുപ്പിക്ക്, അല്പം ഭക്ഷണം കഴിപ്പിക്ക്. എന്തിനു വേണ്ടിയാ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തത്? മൻ ലമ്മ യതീമൻ ലഹു ഔ ലിഗൈരിഹി ഹത്താ യുഗ്നിയഹു അല്ലാഹു അൻഹു വജബത് ലഹുൽ ജന്ന. ഒരാൾ തന്റെ പക്കലുള്ള യതീമിനെ പരിഗണിക്കുന്നു, ചേർത്ത് നിർത്തുന്നു, സംരക്ഷിക്കുന്നു. ഇനി അതല്ലെങ്കിൽ മറ്റൊരാളുടെ പക്കലുള്ള യതീമിനെ അയാൾ നല്ലപോലെ തന്റെ ജീവിതത്തിനോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ചേർത്ത് നിർത്തിയാൽ വജബത് ലഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മേൽ സ്വർഗം നിർബന്ധമാക്കി കൊടുക്കും. മതത്തെ കളവാക്കുന്ന ഒന്നാമത്തെ വിഷയം എന്താണ്? അനാഥയെ ആദരിക്കാതെ, അനാഥയെ പരിഗണിക്കാതെ തള്ളിക്കളയുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ മുസ്ലിമിന്റെ പേരിട്ടത് കൊണ്ടും മുസ്ലിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടും പ്രിയപ്പെട്ടവരെ യാതൊരു പ്രയോജനവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ മഹാനായ ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്: ഇഅലം അന്ന റിഫ്ഖ ബിദ്ദുഅഫാഇ വൽ യതാമ വസ്സിഗാറ വയജഅലു ഫിൽ ഖൽബി റഹ്മ വലീനൻ വത്ഫഅൻ വഇനാബതൻ ഇലല്ലാഹി തആല. അദ്ദേഹം പറയാണ്, അറിയുക, നിശ്ചയമായും ദുർബലരോടും
അനാഥകളോടും ചെറിയ കുട്ടികളോടും നിങ്ങൾ കരുണ കാണിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ കാരുണ്യവും ആ ഹൃദയത്തിൽ ലോലതയും ആർദ്രതയും നന്മയും അള്ളാഹുവിങ്കലേക്ക് എല്ലാവിധ സന്തോഷത്തോടുകൂടി മടങ്ങാനുള്ള മാനസികമായ ഒരു ഒരുക്കവും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നാണ് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനാഥകളോട് നമുക്കൊരു സ്നേഹം, ഒരു അടുപ്പം, ഒരു ചേർത്ത് നിർത്തൽ, ഒരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉണ്ടായിട്ടില്ലെങ്കിൽ അവൻ മതനിഷേധിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി മതനിഷേധത്തിന്റെ രണ്ടാമത്തെ അടയാളമായി കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് വലാ യഹദ്ദു അലാ തുആബിൽ മിസ്കീൻ എന്നാണ്. വിശന്നിരിക്കുന്നവന്റെ, മിസ്കീനായ പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രോത്സാഹനം കാണിക്കുന്നില്ല എന്നാണ്. ഈ ലോകത്ത് മനുഷ്യർക്ക് എന്ത് കിട്ടിയാലും മതിയാവൂല. നിങ്ങൾ പൈസ കൊടുത്തോക്ക്, അയാൾക്ക് മതിയാവൂല. നല്ലൊരു വീട് കൊടുത്തോക്ക്, അയാൾ കുറച്ച് കഴിഞ്ഞാൽ ചിന്തിക്കും ഈ വീട് കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ എന്ത് കൊടുത്താലും മനുഷ്യർക്ക് മതി വരില്ല. പക്ഷേ അവന്റെ വിശപ്പ് മാറാനുള്ള ഭക്ഷണം കൊടുത്തു നോക്ക്, അതെത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിലും അയാൾക്ക് വയറു നിറഞ്ഞ പിന്നെ കഴിക്കാൻ കഴിയില്ല, എനിക്ക് മതി എന്ന് പറയും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, വിശന്നിരിക്കുന്നവന്റെ വയറു നിറക്കാൻ കഴിയുന്ന, അവന്റെ വയറിന് ആശ്വാസമേകാൻ കഴിയുന്ന ഭക്ഷണം നിങ്ങൾ അവന് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ തദ്ഖുലുൽ ജന്നത ബിസ്സലാം, എങ്കിൽ സലാമത്തോടെ, സമാധാനത്തോടെ, ആശ്വാസത്തോടെ, സുരക്ഷിതമായി സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ഇശാ നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞപ്പോ ആ നിസ്കാര സ്ഥലത്ത് നിന്നും ഒരാൾ എഴുന്നേറ്റ് നിന്ന് പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബെ, ഞാൻ വിദൂര ദിക്കിൽ നിന്നും യാത്ര ചെയ്ത് ഈ നാട്ടിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇന്ന് രാത്രി താമസിക്കാനും അല്പം കഴിക്കാനുള്ള ഭക്ഷണവും എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ എല്ലാ സ്വഹാബികളിലേക്ക് ഇങ്ങനെ നോക്കി. അങ്ങനെ നോക്കുമ്പോ മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. പ്രവാചകനോട് പറഞ്ഞു അദ്ദേഹം, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ അതിഥിയെ ഇന്ന് രാത്രിയിൽ ഞാൻ സൽക്കരിക്കാം, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാം. അങ്ങനെ ആ അതിഥിയുമായി തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിൽ അബൂ ത്വൽഹയും അദ്ദേഹത്തിന്റെ ഭാര്യയും പട്ടിണിയാണ്. അദ്ദേഹത്തിന്റെ ചെറിയൊരു മകനുണ്ട്. ആ മകന് കഴിക്കാനുള്ള അല്പം റൊട്ടി കഷ്ണങ്ങൾ അയൽവാസിയിൽ നിന്നും കടം വാങ്ങിയതാണ്. അബൂ ത്വൽഹ പറഞ്ഞു, എങ്കിൽ മോൻ ഉണർന്നാൽ വീണ്ടും അവനെ ഉറക്കണം. അവന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ റൊട്ടികളെടുത്ത് പ്രവാചകന്റെ അതിഥിക്ക് കൊടുക്കണം. വിളക്ക് കെടുത്തി അബൂ ത്വൽഹ കടിക്കുന്നത് പോലെ ആംഗ്യം കാണിച്ചു. വയറൊട്ടിയിട്ടുണ്ട്. അബൂ ത്വൽഹയ്ക്ക് വിശപ്പ് കൊണ്ട് കരച്ചിലുണ്ട്. ആ കരച്ചിൽ മാറ്റിയിട്ട്, ആ വയറിന്റെ വിശപ്പിന്റെ കാഠിന്യം മാറ്റിവെച്ചിട്ട് അബൂ ത്വൽഹ അഭിനയിക്കാൻ, പ്രിയപ്പെട്ടവരെ, തന്റെ വീട്ടിലേക്ക് കയറി വന്ന മിസ്കീനായ ആ അതിഥിക്ക് തന്റെ മുമ്പിലിരിക്കുന്ന മകന്റെ വിശപ്പകറ്റാൻ അയൽവാസിയിൽ നിന്നും കടം വാങ്ങിയ റൊട്ടികൾ തന്റെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ടവന്റെ പാത്രത്തിൽ വെച്ചു കൊടുത്ത് അയാൾ നല്ല മാധുര്യത്തോടുകൂടി ആർത്തിയോടെ കഴിക്കുന്നത് കൊതിയോടെ കണ്ടു നിൽക്കുകയാ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. നമുക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിക്കാതെ അള്ളാഹുവിന്റെ പരലോക സന്നിധിയിൽ പ്രവേശിക്കുകയും നരകത്തിന് അവകാശപ്പെട്ടവരായി മാറുകയും ചെയ്താൽ, ആ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗാവകാശികളായ ആളുകൾ നരകക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രിയപ്പെട്ടവരെ, മാ സലകകും ഫീ സഖർ, അല്ല നരകക്കാരെ, നിങ്ങളെ എന്തിന്റെ പേരിലാണ് ഈ നരകത്തിൽ പ്രവേശിച്ചത് എന്ന് ആ നരകത്തിന്റെ ആളുകളോട് സ്വർഗക്കാർ ചോദിക്കുമ്പോ നരകാവകാശികളായ ആളുകൾ നൽകുന്ന മറുപടി, ഖാലൂ ലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക്, മിസ്കീനുകൾക്ക് ഒരു നേരത്തെ അന്നം നൽകാത്തവരായിരുന്നു. അവരുടെ വിശപ്പിന്റെ കാഠിന്യം മാറ്റാൻ ശ്രമിക്കാത്തവരായിരുന്നു ഞങ്ങളെന്ന് ആ നരകത്തിന്റെ ആളുകൾ സ്വർഗത്തിന്റെ ആളുകളോട് പറയുമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ലോലമാക്കാൻ, പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് വയറു നിറക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ ഇസ്ലാമിനെ നിഷേധിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ മതത്തെ നിഷേധിക്കാത്ത, അതിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാത്ത വിശ്വാസികളായി മാറാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മതനിഷേധത്തിന്റെ മൂന്നാമത്തെ അടയാളമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്നാണ്. നമസ്കാരക്കാർക്കാണ് നാശം എന്നാണ് പഠിപ്പിക്കുന്നത്. ആ നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള പ്രശ്നം എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ഒരാൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് കൃത്യതയോടുകൂടി പഠിപ്പിച്ചു. ആ നിസ്കാരത്തിൽ തുമഅനീനത്തുണ്ടാകണം, അടക്കവും ഒതുക്കവും ഉണ്ടാകണം. അതുപോലെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സ്വാർ. ചില ആളുകൾ അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിൽ നിന്നും അവരുടെ കച്ചവടമോ അവരുടെ മറ്റു വല്ല ക്രിയവിക്രയങ്ങളോ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയില്ല. ഹൃദയങ്ങളും കണ്ണുകളും ഇളകിമറിയുന്ന ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ്. ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിസ്കരിക്കാൻ നിന്നാൽ അവിടെ മനസ്സിലേക്ക് കടന്നു വരൂല എന്നാണ്. അങ്ങനത്തെ ഒരു നിസ്കാരാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് സ്വലാത്ത്, നിസ്കാരമാണെന്നാണ്. അപ്പോൾ സ്വർഗത്തിന്റെ താക്കോലാകുന്ന നിസ്കാരം, അതിനുവേണ്ടി ഒരുങ്ങി ആ നിസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക് ഭൗതികമായ മറ്റു ചിന്തകൾ വരാൻ പാടുണ്ടോ? ഇല്ല. ആ നിസ്കാരത്തെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ നിസ്കരിക്കാനാണ് ഒരു വിശ്വാസിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അങ്ങനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ നിസ്കാരക്കാർക്കാണ് ഏറ്റവും വലിയ നാശം എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുറിച്ച് പറഞ്ഞത് ജുഇലത്ത് ഖുർറത്തു ഐൻ, എന്റെ ജീവിതത്തിൽ എനിക്ക് കൺകുളിർമ നൽകുന്ന കർമ്മം എന്ന് പറയുന്നത് നിസ്കാരമാണ് എന്നാണ്. പ്രവാചകന് കൺകുളിർമ നൽകുന്നത്, പ്രവാചകന് സന്തോഷം നൽകുന്ന കർമ്മമേതാ? അത് നിസ്കാരമാണ്. അങ്ങനെ പ്രവാചകന് കൺകുളിർമ നൽകുന്ന നിസ്കാരത്തിലേക്ക് ആ പ്രവാചകന്റെ ചര്യ അനുസരിച്ചുകൊണ്ട് പ്രവേശിക്കുന്ന വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ മറ്റ് ദുർചിന്തകൾ കടന്നു വരാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചകന് കൺകുളിർമ നൽകപ്പെട്ടതുപോലെ നിസ്കരിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഒരിക്കൽ പ്രവാചകന്റെ മുമ്പിൽ ഒരാള് നിസ്കരിക്കാൻ, സ്വഹാബി നിസ്കരിക്കാൻ. ആ നിസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, മസ്വലാത്ത്, നിങ്ങളുടെ നിസ്കാരം ശരിയായിട്ടില്ല, വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞു. വീണ്ടും നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രവാചകൻ വീണ്ടും നിസ്കരിക്കാം. അങ്ങനെ 3 പ്രാവശ്യം അയാൾ നിസ്കരിപ്പിച്ചു. ആ സ്വഹാബി നിസ്കരിപ്പിച്ചു. ആ നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബി പ്രവാചകനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് മസ്വലാത്ത് എന്ന് പറഞ്ഞത്? ആ നിസ്കാരത്തിൽ തുമഅനീനത്തില്ല, അടക്കവും ഒതുക്കവുമല്ല. നിസ്കരിക്കുമ്പോ റുക്കൂ ഇങ്ങനെ, സുജൂദ് ഇങ്ങനെ, ഇത്തിദാൽ ഇങ്ങനെ, അങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ രീതി പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതി അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിസ്കാരവും ഉണ്ടാകേണ്ടത്. അങ്ങനെ നിസ്കരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, അങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ നാശം. എന്ന് മാത്രമല്ല, ആ സ്വഹാബിയോട് പ്രവാചകൻ അവസാനം പറഞ്ഞൊരു കാര്യം ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. എന്തറിയോ? നീ തുമഅനീനത്തില്ലാത്ത രൂപത്തിൽ നിസ്കരിച്ചു, ആ നിസ്കാരം കഴിഞ്ഞതോടുകൂടി നീ മരണപ്പെട്ടു എങ്കിൽ പ്രവാചകന്റെ ചര്യയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി 2 കാര്യങ്ങളും കൂടി അടുത്ത ഖുതുബയിൽ നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ജാഗ്രതയുണ്ടാകണം.
എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ഇസ്ലാമിന് പുറത്തു പോകേണ്ടി വരും എന്നൊരു ചിന്ത വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പരിണിത ഫലം ഞാനും നിങ്ങളും പരലോകത്ത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വളരെ ജാഗ്രത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊനിൽ പഠിപ്പിച്ചിട്ടുള്ള മതനിഷേധികളായ ആളുകളുടെ അടയാളങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സുരക്ഷിതരായ നന്മകൾ ജീവിതത്തിൽ വാരിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തിയോടെ അല്ലാഹുവിനെ പരലോകത്ത് കണ്ടുമുട്ടാൻ പരിശ്രമിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാളൊരു കൂട്ടം സ്വർഗത്തിലേക്ക്, മറ്റൊരു കൂട്ടം നരകത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹനദികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായ രീതിയിൽ ഷാഫിയായ റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് മനസ്സ് തകർന്നു പോയ ടെൻഷനോടുകൂടി ജീവിക്കുന്ന ഒട്ടനവധി സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവരുടെ മനസ്സിനെ നീ എളുപ്പമുള്ളതാക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ മനസ്സുകൾക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ എല്ലാവിധ കടബാധ്യതകളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും നിന്റെ ഔദാര്യത്തിൽ നിന്നും ഹലാലായി നൽകി നീ പരിഹരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.